സോ ഗെയ്സ്, ഇന്നത്തെ വീഡിയോ നമ്മളൊരു മോഡ് യൂസ് ചെയ്തിട്ടാണ് ഗെയിം കളിക്കുന്നത്. അതാണ് മാപ്പ് മോഡ്. അപ്പോൾ നമ്മൾ ഈ ഒരു മാപ്പ് മോഡ് എടുത്തിട്ടാണ് ഇന്ന് മൈൻക്രാഫ്റ്റ് കളിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലെടുക്കും. പിന്നെ ഒരു കാര്യം, ഞാൻ ഹാർഡ് കോർ വേൾഡിൽ ചത്തു. സംഭവം എന്താണെന്ന് ഞാൻ ആനിമേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനാണ് ഒരു കേവ് തപ്പി ഇങ്ങനെ മൈൻക്രാഫ്റ്റിൽ നടക്കുമായിരുന്നു. ബൈ ദ ബൈ, കുതിരയൊന്നുമില്ല, ഞാൻ നടന്നാണ് പോയത്. നീ എങ്ങനെ ഇവിടെ വന്നു? നടന്നു വന്നു. അപ്പോഴാണ് എനിക്ക് ആ ഒരു കേവ് കിട്ടിയത്. ഞാൻ ആ കേവിൽ നിന്ന് മൈൻഡ് ചെയ്ത് കിട്ടുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു ചെറിയ കേവല്ല, ഇത് വളരെ വലിയൊരു കേവാണ്. പിന്നെ ഞാനൊന്നും നോക്കില്ല, എടുത്തു ഒരൊറ്റ ചാട്ടം. പിന്നെ അതിൻ്റെ അകത്ത് കുറേ നേരം തെണ്ടി തിരിഞ്ഞ് നടന്ന് ഒരു തേങ്ങയും കിട്ടാത്ത വിഷമത്തിൽ തിരിച്ച് വീട്ടിലോട്ട് കടന്നപ്പോഴാണ് ഞാൻ ആ ഡയമണ്ട് കണ്ടത്. പിന്നെ ഞാൻ വേഗം അങ്ങോട്ട് പോയി നോക്കിയപ്പോഴാണ് അതിൻ്റെ മേളിൽ ഒരു ബ്ലോക്ക് ഉണ്ട്. ഇപ്പം സേഫ് എന്നും പറഞ്ഞ് ഞാൻ ആ ഡൈമണ്ടൊക്കെ പൊട്ടിച്ചതും അതിൻ്റെ മുകളിലത്തെ ഗ്രാവലിൽ ലാവാൻ കൂടെ ഏറ്റത് ചത്തു. ഇതാണ് എൻ്റെ പുതിയ ഹാർഡ് കോർ വേൾഡ്. അല്ല, ഇതെന്താണ് ഇങ്ങനെ ഇരിക്കണവര്? ഓക്കെ, ഇപ്പം ശരിയായി. ആക്ച്വലി ഇന്നത് ഞാൻ ഈ മാപ്പ് മോഡ് മാത്രമല്ല, വേറെ കുറച്ച് ടെസ്റ്റർ പാക്ക് കൂടി ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഒരു എക്സ്ട്രാ ഇത് വരാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരെണ്ണമുണ്ട്, അതെനിക്കിപ്പോൾ കാണിച്ചു തരാൻ പറ്റുമോയെന്ന് അറിയത്തില്ല, നോക്കട്ടെ. പിന്നെ ഇതാ ഈ ടെക്സ്ചർ കണ്ടോ, ഇപ്പുറത്തേക്ക് ബ്ലോക്കിൽ നിന്ന് ഇച്ചിരി തൊട്ട് കയറും. അത് കിടില്ല. വലിയ വലിയ ബിൽഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് കിടിലായിരിക്കും. പിന്നെ ഈ മാപ്പ് മോഡ് ഞാൻ പിന്നെ 2-3 ആക്ച്വലി. മിനി മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഈ സൈഡിൽ കണ്ടോ, അതാണ് മിനി മാപ്പ്. ഇങ്ങനെ നമുക്ക് നോക്കുകയൊക്കെ ചെയ്യാം. അടുത്തുള്ള മാപ്സ് അടുത്ത മോഡെന്ന് വെച്ചാൽ ഇതിൻ്റെ തന്നെ വലുത്, നമുക്ക് ഈ ഫുള്ള് കാണാൻ പറ്റുന്ന ഒരു സാധനം. അതാണ് ഇത് പറഞ്ഞാൽ നമുക്ക് ആ മിനി മാപ്പിൻ്റെ അകത്ത് ഒരു ഇത്ര ഭാഗം കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇത്ര ഭാഗം കാണാൻ പറ്റും. നമുക്കിങ്ങനെ മിനി മാപ്പിൻ്റെ അകത്ത് വെച്ചാൽ നമ്മൾ നിൽക്കുന്ന ആ ഒരു ലൊക്കേഷൻ്റെ അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ കണ്ട നിൽക്കുന്ന ഒരു പൊസിഷൻ മാത്രമേ കാണിക്കൂ. നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോവാം. സൂം ചെയ്യാൻ പറ്റുമെങ്കിലും അതിന് മാത്രം സൂം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് ഞാൻ പോകുന്ന വഴി കണ്ട, അതുവരെ ആദ്യമായി കണ്ട അത് കുറച്ച് പോവുകയും ചെയ്യും. അതിപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുവാണെങ്കിൽ എനിക്കിതാ ഇനി അറ്റം വരെ വന്ന് സൂം ചെയ്ത് നോക്കാൻ പറ്റും. ഇത് കണ്ട് ഇവിടെ ഒരു പോർട്ടലുണ്ട്. മറ്റേ ആക്ച്വലി ഞാൻ സ്പോൺ ആയതാ ഇവിടെ എവിടെയായിട്ടാണ് ഞാൻ സ്പോൺ ആയത്. ഞാൻ പാത്ത് കണ്ട അങ്ങനെ ഇങ്ങോട്ട് വന്നാണ്. അങ്ങനെ എനിക്ക് വില്ലേജ് കിട്ടി. പിന്നൊരു കാര്യം, ഈ വില്ലേജിൽ നല്ല സാധനങ്ങളായിരുന്നു. ഈ ഒരു വീട് ഇവിടെ 2 തോന്നുന്നു. അതെ, ഒന്ന് ഇതും 2 ഉണ്ട്. എനിക്ക് അത്യാവശ്യം ലൂട്ടും ഉണ്ടായിരുന്നു. അതൊക്കെ ഒപ്റ്റീഡിൽ അങ്ങനത്തെ കുറേ പരിപാടി. ഞാൻ ആ ഒരു നെതർ പോർട്ടലിൽ മറ്റേ തുറക്കാനുള്ള ഐറ്റംസ് എൻ്റെ ഇപ്പം തന്നെ ഉണ്ട്. അതാണ് ഇത്ര ഐറ്റംസ് കിട്ടി. ഈ ഷീൽഡുണ്ടാക്കാനുള്ള അയണും എല്ലാ ഭാഗത്തു നിന്ന് തന്നെയാണ് കിട്ടി. ഞാൻ മൈനിങ്ങിന് പോലും പോയിട്ടില്ല. കണ്ടോ, 9 ഇതുണ്ട്. പിന്നെ അകത്തിൽ തന്നെ കുറേ ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട് ആക്ച്വലി. അതുകൊണ്ട് നമുക്ക് അതൊന്നും എടുക്കേണ്ട കാര്യമില്ല. പിന്നെ വേറെ എനിക്ക് കിട്ടിയൊന്നും ഈ ബ്രെഡ് അങ്ങനത്തെ സംഭവം കിട്ടിയുള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ വേൾഡിൽ വന്നിട്ട് ഇപ്പം Day 2 ആണ്. ഇപ്പം Day 3 ആവും. അത് വേറെ കാര്യം. എഴുതി 8 കെട്ടിലാളാ. അപ്പം നീ ഇടിച്ചു പോടാ. എനിക്ക് പനിയാണ്, സൗണ്ടിൽ നല്ല ഷോക്കായിരിക്കും. എനിക്ക് റെക്കോർഡ് ചെയ്യുന്നുണ്ടോന്ന് തോന്നുന്നു, ചെറിയൊരു ലാഗ് ഉണ്ട്. ഇപ്രാവശ്യം എനിക്ക് യുവമാരത്തിൽ പോകേണ്ട കാര്യമില്ല, കാരണം ബെഡ് എനിക്ക് അകത്തുനിന്ന് തന്നെ കിട്ടി. വില്ലേജ് ഫുള്ള് ഞാൻ ചുറ്റിക്കറങ്ങി. എനിക്ക് പ്രത്യേകിച്ച് ഇനി ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇനി എനിക്ക് ചെയ്യേണ്ട ബേസ് കൊണ്ടുപോകണം. അതിനായിട്ടുള്ള സ്ഥലം ഞാൻ നോക്കി വെച്ചേക്കുന്നത് ഇതാണ്. ഇത് കൊള്ളാമെങ്കിൽ ഇവിടെ ചെയ്യാം. ഞാൻ മാപ്പ് തുറന്നപ്പോൾ തന്നെ ഇത് കണ്ടു, ഇവിടെ ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ബേസ് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കല്ലേ കുറച്ച് മാറ്റി വേണം ഇങ്ങോട്ടൊക്കെ ബിൽഡ് ചെയ്യാം. ഇവിടെ ഒരു കേവ് ഉണ്ട്, നമുക്ക് അങ്ങോട്ടൊന്നും മൈനിങ്ങിന് പോകണം ഇന്ന്. അതാണ് ഇന്നത്തെ ഗോൾ നമ്പർ 1. പിന്നെ നമുക്ക് ബേസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം നോക്കണം. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ദി ബെസ്റ്റ് സ്ഥലം എന്നായിരിക്കും. അതുകൊണ്ട് ഞാൻ അവിടെ ഒരു വേ പോയിന്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്കിങ്ങനെ വേ പോയിന്റ് സെറ്റ് ചെയ്യാനും കളയാനൊക്കെ പറ്റും. അത് ഇതിലൊരു പരിപാടിയാണ്. അവിടെ ഒരു വേ പോയിന്റ്, ഈ വേ പോയിന്റിന്റെ പേരാണ് ഏവും. പിന്നെ
ഓക്കെ, ഞാൻ ഇപ്പോൾ 2 വേ പോയിന്റ് വെച്ചിട്ടുണ്ട്. ഇതാ അവിടെ നമ്മുടെ ബേസ് ബിൽഡ് ചെയ്യാനുള്ള സ്ഥലം, നോക്കണം എന്ന് പറഞ്ഞ സ്ഥലം. പിന്നെ ഇതാ ഇവിടെ കേവ് എന്ന് പറഞ്ഞൊരു, നമുക്ക് ആദ്യമേ തന്നെ ആ കേവിലോട്ട് പോയി കുറച്ച് മൈൻഡ് ചെയ്യാം. നമ്മുടെ എന്തായാലും ഈ ഷീൽഡൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ശോകമില്ല, പെട്ടെന്ന് തന്നെ മൈൻഡ് ചെയ്ത് കുറച്ച് അയണെങ്കിലും ഒപ്പിക്കണം, അല്ലേ ചുമ്മാ ശോകമായിരിക്കും. നമുക്ക് ആ കേവിൽ പോയിട്ട് മൈൻഡ് ചെയ്ത് കുറച്ച് അയണും എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇത് പക്ഷെ ഒരു കേവ് അല്ല, ഇത് കണ്ട വേറെന്തോ ഒരു കുഴി മാത്രമല്ല, അങ്ങോട്ട് കേവ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ പക്ഷെ കുറച്ച് അയൺ ഇരിപ്പുണ്ട്, നമുക്ക് അതങ്ങ് എടുത്തേക്കാം. ഓക്കെ, ഇവിടുത്തെ അയണും ഞാൻ കുടിച്ചെടുത്ത് അവിടെ നിന്ന് കുറച്ച് കോളും എടുത്ത് ഇപ്പം എൻ്റെ 24 കോളും 10 അയണും ഇട്ട് പുതിയ കാര്യം കിട്ടി. ഇതിൻ്റെ അകത്ത് കേവ് ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു കിടന്നപ്പോഴാണ് ഇവിടെ ഒരു കേവ് കിട്ടി. അതല്ല കിട്ടിയ കാര്യം, നിങ്ങൾ ഈ മാപ്പിൽ നോക്കിക്കോളാം. ഇത് കേട്ടോ, കേവിൻ്റെ അകത്ത് നമുക്ക് അത് കിട്ടും. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ മാപ്പ് എപ്പോഴും ഓണാക്കിയിടാൻ പോകുന്നില്ല. വേൾഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ ഈ മോഡ് മാത്രമേ യൂസ് ചെയ്യാൻ നോക്കുന്നുള്ളൂ. എടി ഇത് കൊള്ളാം കേട്ടാ, നമുക്ക് കിട്ടും. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നറിയാം. ഈ കേവ് എന്തായാലും അത്യാവശ്യം വലുതല്ല, ആ തോന്നിയപ്പോൾ ഇതിലോട്ട് പണത്താകുമായിരിക്കും. നമുക്കൊന്ന് ഇതിൻ്റെ അറ്റം വരെ പോയിട്ട് നോക്കാം. കെട്ടയില്ല, ഞാൻ കുറച്ച് ടോർച്ച് കേട്ടെ. കൃത്യം 1.5 സ്റ്റാക്ക് ഇതുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. അപ്പം നമുക്ക് നേരെ ആ കേവിലോട്ട് പോകാം. കേവി പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല, പിന്നെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് അയൺ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് എത്ര അയൺ കിട്ടുമെന്ന് ഞാൻ നിങ്ങൾ. ഓക്കെ ഗൈസ്, ഇപ്പൊ ടോട്ടൽ 18 അയൺ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ കേവ് ഇതില്ലാത്തതുകൊണ്ട് നമുക്കിനി വേറെ കേവ് എവിടെയാന്ന്. അപ്പം എന്തായാലും ഇവിടെ ഇപ്പോൾ വന്നുകൊണ്ട് കുറച്ച് ഇങ്ങോട്ട് നമുക്ക് ലോഡായിട്ടുണ്ട്. ഇവിടെ വരെ വന്നപ്പോൾ ക്രൂസ് എല്ലാം ലോഡായി. നമ്മൾ ഈ വേൾഡ് നമ്മൾ കളിച്ച് തീരാറാകുമ്പോൾ ഈ ഫലം ഫുള്ള് ലോഡാകുമായിരിക്കും. നോക്കാം. എന്തായാലും ഇവിടെ ഇനിയില്ല. എന്തായാലും ഇവിടം വരെ വന്നാൽ നമുക്ക് എന്തായാലും ഇങ്ങോട്ടും കൂടെ ഒന്നും പോയേക്കാം. നമുക്ക് ഇങ്ങോട്ട് പോയപ്പോൾ പിന്നെ ഈ മാപ്പ് മോഡുള്ളതുകൊണ്ട് നമ്മൾ വഴിതെറ്റി പോകുന്നുള്ള ഈ കാര്യത്തിൽ പേടിക്കണം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ പറ്റുവാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എനിക്കൊരു വലിയ കേവ് കിട്ടി, ഞാൻ അവിടെ നയണും കാര്യങ്ങളൊക്കെ മൈൻഡ് ചെയ്തെടുത്തു. എൻ്റെ കേസ് ഞാൻ മാർക്ക് ചെയ്ത കേവ് വരെ ഒന്നും പോയില്ല. അതിന് മുന്നേ എനിക്ക് ഇതാ 41 അയൺ കിട്ടിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഞാൻ അവിടം വരെ പോകുന്നതിന് മുന്നേ തന്നെ ഇതാ ഞാൻ മാർക്ക് ചെയ്ത കേവ് ഇതാണ്. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ ചെറിയ കുഴി കൊണ്ട് അതിൻ്റെ അതോടെ കയറിയ, പക്ഷേ ഭയങ്കര ഒരു വലിയ കേവാണ് ഇതിൻ്റെ അടിയിലോട്ട്. അവിടെ നിന്ന് ചെറിയ ചുമ്മാ ഒന്ന് നടന്ന് കയറിയപ്പോൾ തന്നെ 41 അയൺ കിട്ടി. എന്തായാലും അതിന് ആർമർ ഉണ്ടാക്കാൻ ഇത് മതി. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. കേസ് ചെറുതായിട്ട് പെട്ടെന്നാവുന്ന ബെഡ് എടുക്കാൻ മറന്നുപോയി, രാത്രിയായി. മിക്കവാറും ചാകാൻ ചാൻസ് ഉണ്ട്. ഞാൻ വാളൊക്കെ കൈ പിടിച്ചിട്ടുണ്ട്, ഏതാ വന്നാലും വെട്ടുമെന്നുള്ള ഭയങ്കരമാണ്. ഇവിടെ ഈ പശുക്കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. പെട്ടെന്ന് തന്നെ ബെഡിൽ കയറി കിടന്നുറങ്ങാം. അയ്യോ, ഒരു വില്ലേജർ കൊല്ലാക്കൊല ചെയ്യുമോ? എന്തായാലും ഈ വീട്ടിലോട്ട് എല്ലാം കയറി കിടന്നുറങ്ങാം. എൻ്റെ ബെഡിൽ കിടന്നുറങ്ങാൻ നടക്കുന്ന പരിപാടിയല്ല. ഓക്കെ, ഗുഡ് മോർണിംഗ്. അവന്മാർ ചത്തു പോകുന്നുണ്ട്. അവന്മാർ ഇപ്പം വില്ലേജറിട്ട് പിടിച്ചോണ്ടിരിക്കുക. എൻ്റെ വില്ലേജറിനെ കൊല്ലുവാണ് അവന്മാർ. അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഓക്കെ, ഒരു വെടിക്ക് 2. മരി ആടിന്റെ പുറകെയാണോ ഓടിയെ? പറഞ്ഞപ്പോരെ, ഞാൻ കൊന്നു തരത്തില്ലേ? ഇവൻ എന്റെ സ്ഥലത്ത് ഈ മുഖം മൂടി കുറെ നേരം കറങ്ങി നടക്കുന്നു. എന്താ 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 ഇവൻ ഈ 15 കോൾ കൊടുത്ത എഴുതി തരും, പിന്നെ മൊറാൾഡ് കൊടുത്ത എഴുതി തരും. വേണ്ട, എൻ്റെ അയൺ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് അയൺ സെലക്ട് ചെയ്യാൻ വെക്കാം. എൻ്റെ കിട്ടിയ കോളിന് ഫുള്ള് ഞാൻ ഈ ടോർച്ച് ഉണ്ടാക്കി വെച്ച്. നമുക്ക് എന്തായാലും ഇവിടെ ആ അയൺ സ്മെൽറ്റ് ആകുന്ന സമയത്ത് നമുക്ക് ഈ സ്ഥലം ഒന്ന് പോയി കണ്ടു. ചുമ്മാ വന്ന ഈ സ്ഥലം അത്യാവശ്യം കിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ടേ. എടി ഇവിടെ വല്ലതും വെള്ളമൊന്നും പറഞ്ഞ ഞാൻ വന്നു. ഇവിടെ കാടായിരുന്നു. വെള്ളം ഓക്കെ, അവിടെ വെള്ളമില്ല. സത്യം പറഞ്ഞാൽ നമ്മളൊരു വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് പെട്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഈ കാടിൻ്റെ അകത്തുണ്ട്,
അതിനൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ വീട് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടെ അങ്ങോട്ട് വീട് വെക്കുക. ഹോം, ഇതാണ് നമ്മുടെ ഹോമിന്റെ കളർ വൈറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ വീട്. എന്നിട്ട് ബാക്കിയുള്ള ചെക്ക് പോയിന്റ് എല്ലാം അങ്ങോട്ട് കളയാം. വില്ലേജും വീടും ഇത് മാത്രം മതി നമുക്ക്. മാർക്ക് വേറെ കുറെ ഒന്നും ചെയ്യുന്നില്ല, നമുക്കത് തന്നെ നല്ലത്. സ്ഥലം കൊള്ളാം, പക്ഷെ ഇവിടെ വെള്ളം ഇല്ലാത്തതുണ്ടെങ്കിൽ ഒരു രസമില്ല. വെള്ളം ഇട്ടാലേ ഒരു ഭംഗി വരും. കാരണം ഒന്നാമത് നമ്മൾ ഫോണിൽ കളിക്കുന്ന ആൾക്കാരെ കൊണ്ട് തന്നെ ഷെൽട്ടർ ഒന്നും ഇടാൻ പറ്റൂല. ഷെൽട്ടർ ഇടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആ സ്ഥലം ഒരു രസം കാണിയല്ല. ഷെൽട്ടർ ഇടാൻ പറ്റും. ഓക്കെ ഗേസ്, നമ്മൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കാരണം ഞാൻ ആ ആനിമേഷൻ, നിങ്ങളിപ്പോൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് കണ്ട ആനിമേഷൻ ചെയ്യാൻ കുറേ നേരം എടുത്തു, അറൗണ്ട് 3 ദിവസം. അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോ ചെയ്യാൻ എനിക്ക് എല്ലാം കൂടി ഇടിക്കാൻ മേല, തല ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.